എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. സുഭാഷിതം. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും നന്ദി പ്രകടനത്തിന്റെയും സങ്കീർത്തനമാണ് 136. ഈ സങ്കീർത്തനം എഴുതിയത് ആരാണെന്നോ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നോ തലക്കെട്ടിൽ പറഞ്ഞിട്ടില്ല. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായത്തിൽ ശലോമോൻ ആലയത്തിന്റെ പണിയൊക്കെ തീർത്തതിന് ശേഷം യഹോവയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മൂപ്പന്മാരെയും പിതൃഭവന തലവന്മാരായ ഗോത്ര പ്രഭുക്കന്മാരെയും യെരുശലേമിൽ കൂട്ടിവരുത്തി. പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് കൊണ്ടുവച്ചതിന് ശേഷം സംഗീത പ്രമാണികളും പുരോഹിതന്മാരും ഒത്തൊരുമിച്ച് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. 13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, പുരോഹിതന്മാരും കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അഥവാ തേജസ് ഇറങ്ങി വരും. യഹോശാഫാത്ത് എന്ന രാജാവിന്റെ കാലത്ത് മോവാബ്യരും അമ്മോന്യരും മെയ്യൂന്യരിൽ ചിലരും അദ്ദേഹത്തിന് എതിരെ യുദ്ധത്തിനായി കടന്നുവന്നു. യഹോശാഫാത്ത് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ജനത്തെ കൂട്ടിവരുത്തി യഹോവയെ വാഴ്ത്തുവാനും സ്തുതിപ്പാനും തുടങ്ങി. ദൈവം അവരുടെ ശത്രുക്കളുടെ മേൽ അവർക്ക് വിജയം നൽകിയെന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നതിന്റെ മാഹാത്മ്യമാണ് 136-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഈ സങ്കീർത്തനത്തിന്റെ 26 വാക്യങ്ങളിലും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് എഴുതിയിരിക്കുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ തന്നിൽ തന്നെ വലിയവനും നല്ലവനുമായ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാകുന്നു. അവിടുന്ന് ദൈവാദി ദൈവമാകുന്നു, കർത്താദി കർത്താവാകുന്നു, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാകുന്നു. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടിയിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതും അവരെ രക്ഷിച്ച് വീണ്ടെടുത്ത് ദൈവം അവർക്ക് അവകാശമായി വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ചും എഴുതിയിരിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും എന്തുകൊണ്ടാണ് ദൈവം നല്ലവനെന്നും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടേണ്ടതെന്ന് അവസാന വാക്കുകളിൽ എഴുതിയിരിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. Who remembered us in our lowly state and rescued us from our enemies, who gives food to all flesh. Oh, give thanks to the God of heaven, for his mercy endures forever. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എണ്ണി എണ്ണി സ്തുതിക്കൂ